ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെത്തോലി കട്ട്ലറ്റാണ്. നമ്മുടെ സാധാ കട്ട്ലറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് നെത്തോലി കട്ട്ലറ്റിന്. ഇതെന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. നെത്തോലി കട്ട്ലറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി നെത്തോലിയുടെ മുള്ളൂരി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, നെത്തോലിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നെത്തോലി നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. നെത്തോലിയിലെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 4 ചെറിയ സവാള എടുത്ത് നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് അരിയണം. അതൊന്ന് നമുക്ക് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഈ ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറുമ്പോഴേക്കും നമുക്കൊരു 8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞില്ലെങ്കിൽ നമ്മളിത് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് വളരെ ചെറുതായിട്ട് തന്നെ അരിയണം. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ കുക്ക് ചെയ്ത് വച്ചേക്കുന്ന നെത്തോലി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നെത്തോലിയും ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുക്കറിൽ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഇവിടെ നെത്തോലി ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഉടച്ചെടുക്കണം. അങ്ങനെ നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന സവാളയും നെത്തോലിയിലേക്കും ഈ ഉരുളക്കിഴങ്ങ് ഉടച്ചതും ചേർത്തൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ ആദ്യം നെത്തോലി വേവിക്കുമ്പം കുരുമുളക് പൊടി ചേർത്തിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഈ ഒരു പരുവത്തിന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ നല്ലതുപോലെ ഉടച്ചെടുക്കുക. ഇനി നമുക്ക് ബ്രെഡ് പീസസ്, ഇവിടെ ഒരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്രൗൺ സൈഡൊക്കെ മാറ്റിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഒരു മുട്ട ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ആ ഒരു കൂട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. റൗണ്ട് ഷേപ്പ്, നമ്മുടെ കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ആ കൂട്ട് ഇതുപോലെ റൗണ്ടാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു കൂട്ട് നമ്മൾ മുട്ട മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് പൊടിയിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ബ്രെഡ് പൊടിയിലും ഡിപ്പ് ചെയ്യുക. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഫ്രൈയിങ് പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ കട്ട്ലറ്റ് ഓരോന്നായിട്ടിട്ട് നമുക്ക് വറുത്ത് കോരാം. കട്ട്ലറ്റ് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും 2 സൈഡും ഒന്ന് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ വളരെ പെട്ടെന്ന് രുചികരമായ നെത്തോലി കട്ട്ലറ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് ചായയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്തതിന് ശേഷം എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്യണം. കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.